പുസ്തക വായനയുടെ ഗുണങ്ങളെ പറ്റിയിട്ടല്ല ഇന്നത്തെ വീഡിയോ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബ്രെയിനിൻ്റെ ഫുഡാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ റീഡിങ് ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണ്, ഞാൻ എവിടെ നിന്നാണ് ബുക്സ് വാങ്ങിക്കുന്നത്, പിന്നെ ഈ ബിസി ഷെഡ്യൂളിനകത്ത് എങ്ങനെ പുസ്തകങ്ങൾ വായിക്കാനായിട്ടുള്ള സമയം കണ്ടെത്തുന്നു, അതുപോലെ പുതുതായിട്ട് പുസ്തക വായനയിലേക്ക് കടക്കുന്നവർക്ക് എൻ്റെ വക കുറച്ച് ടിപ്സും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ബ്ലൂ റോസ് എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ ഇതിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞിലെ എല്ലാവരെയും പോലെ ബാലരമ, പൂമ്പാറ്റ, ബാലഭൂമി അതിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റോറീസാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടിരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് മൂത്തിട്ട് അമ്മയുടെ വാരികകളെല്ലാം മലയാള മനോരമയാണോ അതോ മനോരമയാണോ, മനോരമ, മംഗളം, വനിത ഇതുപോലുള്ള ബുക്കുകൾ, മാഗസീൻസ് ഒക്കെ വായിച്ചു തുടങ്ങി. അതിലെ നോവൽസ് ഒക്കെ വായിച്ചു തുടങ്ങി. കുഞ്ഞു പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വായിക്കാൻ പാടില്ല. സ്റ്റിൽ എൻ്റെ ഇൻട്രസ്റ്റ് ഇതുപോലെ കഥകളിലായിരുന്നു ആദ്യം. ആ ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്തത് ഈ വാരികകളൊക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം സ്കൂളിൽ ചേർന്നപ്പോഴത്തേക്കും ടീച്ചേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ആവാം. കാരണം വീട്ടിലങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അധികം ആൾക്കാരൊന്നുമില്ല. അച്ഛനും അമ്മയൊന്നും ഇങ്ങനെ വായിക്കുന്ന ആൾക്കാരായിരുന്നില്ല. അമ്മ ഇതുപോലെ വാരിക വായിക്കും എന്നുള്ളതല്ലാതെ വേറെ അങ്ങനെ ആരും ഫാമിലിയിൽ ഇതിലോട്ട് ഇൻട്രസ്റ്റ് തരാനുള്ള ആൾക്കാരില്ലായിരുന്നു. സോ മേ ബി ടീച്ചേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആവാം. ഞാൻ സ്കൂളിൽ മെമ്പർഷിപ്പ് എടുത്തു, ലൈബ്രറി മെമ്പർഷിപ്പ് എടുത്തു. അപ്പോൾ അവിടെ ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കുന്ന പിള്ളേരിൽ വളരെ ചുരുക്കം ഒരാളാണ്. വളരെ ചുരുക്കം ആൾക്കാർ മെമ്പർഷിപ്പ് എടുത്തിരുന്നുള്ളൂ പിള്ളേരെ. അപ്പോൾ അതിലൊരാളായിരുന്നു ഞാൻ. അപ്പോൾ ആദ്യമൊക്കെ ബാലസാഹിത്യ കൃതികളൊക്കെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് എക്സിബിഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സയൻസ്, മാത്സ് ഇതുപോലുള്ള അപ്പോഴാണ് ഇതുപോലത്തെ ബുക്സൊക്കെ ഉണ്ടെന്ന് അറിയണം. അപ്പോൾ ഞാൻ ബാലസാഹിത്യ കൃതി തപ്പാനായിട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ഒരു 3/4 മണിക്കൂറൊക്കെ ആയിരിക്കും നമുക്ക് ബ്രേക്ക് കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് 5 മിനിറ്റിനകത്ത് ഫുഡ് കഴിച്ചേച്ച് ഓടിയിട്ട് ഫുള്ള് തപ്പും. അതായത് ബുക്ക് കാണുന്നതേ നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരതി പോകുമ്പോഴാണ് പല വിഭാഗങ്ങളിലായിട്ട് ബുക്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നു. അവിടെ ലേബിൾ ചെയ്ത് വെച്ചേക്കും, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, അല്ലെങ്കിൽ നാഷണൽ ജോഗ്രഫിക്കിൻ്റെ മാഗസീൻസ് വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് എക്സിബിഷനൊക്കെ വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തപ്പോഴാണ് ഇതുപോലുള്ള ബുക്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്നത്. പിന്നെ കോളേജിൽ കയറിയപ്പോഴത്തേക്കും നമുക്ക് ഓൾ സയൻസ് കോളേജിലെ ലൈബ്രറി മെമ്പർഷിപ്പ് എടുത്ത സമയത്ത് കൂടുതലും മാത്സ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, നമുക്ക് മനസ്സിലാവാത്ത വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്സൊക്കെ തപ്പുക. നോട്ട്സ് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. അപ്പോൾ നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആദ്യം അതിലോട്ട് ചെന്ന് തല വെച്ചത്. പിന്നെ കമ്പ്യൂട്ടർ ബുക്സ് അതൊക്കെ കുറേ നോക്കി പതുക്കനെ. പിന്നെ എന്താണ് ക്ലാസ് കട്ട് ചെയ്യുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, ചില ഹോംവർക്ക്സ് ഒന്നും ചെയ്തില്ല, ക്ലാസ് കട്ട് ചെയ്യുന്ന പരിപാടി. അപ്പോൾ ക്ലാസ് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പതുക്കനെ അവിടെ പോയിട്ട് എല്ലായിടത്തും പോയി തപ്പി വന്നപ്പോഴത്തേക്കാണ് സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ നോൺ ഫിക്ഷൻസിലോട്ടൊക്കെ ഒന്ന് കൈവയ്ക്കുന്നത്. അപ്പോൾ അത് എടുത്തോണ്ട് ചെന്ന് ലൈബ്രറിയിൽ കാണിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു നോട്ടമുണ്ട്, ഈ കൊച്ചു പഠിക്കാൻ വന്നാണോ ബുക്ക് വായിക്കാൻ വന്നാണോ എന്നുള്ള രീതിയിലൊരു നോട്ടമുണ്ട്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് തന്നെ എന്നോട് ഭയങ്കര കാലിയായി. ആ ബുക്സ് ഈ ബുക്സൊക്കെ എടുത്തു കഴിഞ്ഞാലും പുള്ളിക്കാരി ആസ് യൂഷ്വൽ നോക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും വായനയിലോട്ട് കടക്കുന്നത്. പിന്നെ ഞാൻ ഓഫീസിൽ കയറിയ സമയത്ത് ബ്രിട്ടീഷ് ലൈബ്രറി മെമ്പർഷിപ്പ് എടുത്തു. അത് ശരിക്കും കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുക്സ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് VB6, .NET, പിന്നെ ഡേറ്റാബേസ് അതുപോലത്തെ ഉള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം എടുത്തു തുടങ്ങിയത്. പിന്നെ പതുക്കനെ മാനേജ്മെൻറ്റ് ബുക്സിലോട്ടായി. അതുപോലെ പിന്നെ കറങ്ങി തിരിഞ്ഞ് സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ചുള്ള ബുക്സിലോട്ട് തിരിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ബുക്സുമായിട്ട് അടുക്കാൻ കാരണം എനിക്ക് ഫ്രണ്ട്സ് വളരെ കുറവായിരുന്നു. ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു ഗ്യാങ് ആയിട്ടൊക്കെ ഒത്തിരി നേരം നടന്ന് വാച്ച് കടിച്ച് അങ്ങനെ നടക്കാനൊക്കെ ഉള്ളൊരു ഒരു ഇൻട്രസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും പതുക്കനെ അങ്ങ് പോയി. കാരണം എവിടെയോ ഗ്യാങ്ങുകളിനകത്തൊക്കെ ഞാനൊന്ന് ഒറ്റപ്പെടുന്ന പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെയാണ് പതുക്കനെ ബുക്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കൂൾ ടൈമിലാണെങ്കിലും ബുക്സിലോട്ട് പോകുന്ന അങ്ങനെയാണ്. അതുപോലെ കോളേജിലാണെങ്കിലും ഗ്യാങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു.
പക്ഷെ എനിക്ക് എപ്പോഴും ഒന്ന് മാറി നടക്കണം എന്നുള്ളതായിരുന്നു. കാരണം ഒരു സെയിം വേവ് ലെങ്ത് എൻ്റെ മിക്ക ഫ്രണ്ട്സിനോടും എനിക്ക് തോന്നിയിരുന്നില്ല. അപ്പോൾ അത് കുറച്ചും കൂടി എനിക്ക് ആപ്റ്റായിട്ട് തോന്നിയത് ബുക്സ് വായിക്കുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ചിന്താഗതികളും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഓഫീസിൽ കയറിയതിന് ശേഷമാണ് ഇതുപോലെ വായിക്കുന്ന വേറെയും ആൾക്കാരെ പരിചയപ്പെട്ടതും. അവർ വഴിയായിട്ടാണ് ഈ Amazon.in, DC ബുക്സ്, സോഫിയ ബൈ, Indulekha.com ഇതുപോലുള്ള വെബ്സൈറ്റ് ഒക്കെ പരിചയപ്പെടുന്നതും അതിൽ നിന്ന് ബുക്സ് വാങ്ങിക്കാൻ തുടങ്ങുന്നതും. അതുവരെ എൻ്റെ കയ്യിൽ പേഴ്സണൽ കളക്ഷനിൽ ബുക്സ് വളരെ കുറവായിരുന്നു. അത് അവിടുന്ന് ഇവിടുന്നൊക്കെ ഇസ്ക്കുന്ന ബുക്കുകൾ, അതായത് അങ്കിളുടെ ഒക്കെ വീട്ടിൽ പോകുമ്പം അവിടെ ബുക്കൊക്കെ വെച്ചേക്കും. അപ്പോൾ അതിൽ നിന്ന് 1-2 എണ്ണമൊക്കെ ഇങ്ങനെ ചൂണ്ടിയെടുത്തിട്ട് ഇങ്ങനെ പോകും. ചിലത് ഞാൻ ചോദിച്ചിട്ടെടുക്കും, ചിലത് ചോദിക്കാതെ എടുത്തിട്ടിങ്ങി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു 2-3 ബുക്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഈ ഓഫീസിൽ കയറിയിട്ട് നമ്മുടെ കയ്യിൽ പെരുമാറാൻ പൈസ കിട്ടി തുടങ്ങിയ സമയത്ത് പിന്നെ ഇതായി ഒരു ചിന്ത, അതായത് നമുക്കായിട്ടൊരു ലൈബ്രറി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അതിലേക്ക് ബുക്സ് വാങ്ങിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം അങ്ങനെ ബുക്ക് വാങ്ങിക്കാനുള്ളൊരു ത്വരയായിരുന്നു. പിന്നീട് വായിക്കുക എന്നതിനേക്കാൾ വാങ്ങിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയൊരു സംഭവം ആ ടൈമിൽ. ഇപ്പം എൻ്റെ പേഴ്സണൽ കളക്ഷനിൽ ഏതാണ്ട് 200ഓളം ബുക്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് കൂടുതലും സെൽഫ് ഹെൽപ്പാണ്. പിന്നെ വന്നിട്ട് ഫിക്ഷണൽ ബുക്സ് ഉണ്ട്, നോവൽസ്, ലിറ്ററേച്ചർ, ഓട്ടോബയോഗ്രഫീസ്, ചിത്രകഥകളുണ്ട്. പിന്നെ മണി മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ ഇപ്പം ബൊട്ടിക്കിൽ ഇപ്പോൾ എനിക്ക് തയ്യലിൻ്റെ ബുക്സ് ഉണ്ട്, ഫാഷൻ ഇല്ലുസ്ട്രേഷൻ, പാറ്റേൺ മേക്കിംഗ് അതുപോലുള്ള ബുക്കുകളുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്കുകളുണ്ട്. അപ്പോൾ ഇത് സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുക്കുകളുണ്ട്. അപ്പോൾ ഈ എല്ലാ ബുക്സും എല്ലാ ഏരിയയിലും ഒരു 10-30 ബുക്സ് വീതം ഉണ്ട്. അപ്പോൾ അത് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു. തുടങ്ങിയത് സ്റ്റോറി ബുക്സിൽ നിന്നാണ്, ബാലസാഹിത്യ കൃതികൾ. അതിനുശേഷം പിന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് റെഫറൻസ് ബുക്സ് ആണ് പിന്നെ കൂടുതൽ നോക്കിയിരുന്നത്. അതിനുശേഷമാണ് സെൽഫ് ഹെൽപ്പ് ബുക്സും അല്ലെങ്കിൽ ബിഹേവിയറൽ, സൈക്കോളജിക്കൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബുക്സൊക്കെ നോക്കാൻ തുടങ്ങിയത്. കാരണം നമ്മളൊരു ടീനേജ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഓഫീസിലേക്ക് കയറുന്ന സമയം വരെ ഉള്ളത് ഭയങ്കരമായ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നി. അതായത് മിക്ക പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ അകാരണമായ ഭയമാവാം, അകാരണമായ വിഷമമാവാം, അതും അല്ലെങ്കിൽ ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല, അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഇല്ല ചില കാര്യങ്ങൾ ആൾക്കാർ എന്നെ യൂസ് ചെയ്യുന്നു തോന്നുന്നു, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളായപ്പം, പിന്നെ ഓഫീസ് പൊളിറ്റിക്സ് കോഴ്സ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളായപ്പോൾ ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യും, ഇതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. അതായത് ഇതുപോലുള്ള സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുള്ള ആൾക്കാരൊന്നും എൻ്റെ വീട്ടിലില്ല. ഈവൻ ഇപ്പം എൻ്റെ വീട്ടിൽ പറഞ്ഞാലും അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തതായിട്ട് അവർക്കും അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറയുമായിരുന്നു, എങ്കിലും അവർക്കൊരു പക്ക ഡയറക്ഷൻ, ഇങ്ങനെ പോകും, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നതിന് പകരം ഓക്കെ അയ്യോ എന്നൊരു രീതിയാണ്. അപ്പം അതല്ലാതെ അതിൽ നിന്നൊന്ന് ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഇതുപോലുള്ള ബുക്സിലേക്ക് എൻ്റെ നോട്ടം പോയത്. അപ്പം കൂടുതലും സെൽഫ് ഹെൽപ്പ് ആ ടൈപ്പ് ഓഫ് ബുക്സിലേക്ക് ഞാൻ പിന്നെ കടന്നു. അതിനുശേഷം പിന്നെ ഇടയ്ക്കൊന്ന് ഭയങ്കരമായിട്ട് സ്പിരിച്വലായി. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം തന്നെ ഇനി നമുക്കൊരു ആശ്രയം സ്പിരിച്വൽ ഇതാണെന്ന് വിചാരിച്ചിട്ട് സ്പിരിച്വലി കുറച്ച് അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മളുടെ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ഉള്ള റിച്വൽസ്, അതിൻ്റെ ബിഹൈൻഡ് റീസൺസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ബൈബിൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്, പിന്നെ ബൈബിളിൻ്റെ പഠനങ്ങൾ, പിന്നെ കുറേ സെയിൻസിൻ്റെയൊക്കെ ജീവചരിത്രം, അങ്ങനെയുള്ള ഒത്തിരി കാര്യം, മാർപ്പാപ്പനെ പറ്റിയിട്ടും ഒക്കെ ഒത്തിരി അങ്ങ് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്ത് കുറേ ബുക്സ് അങ്ങനെയുമുണ്ട്. അതിനുശേഷമാണ് പിന്നെ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, റൌഫ് ആൻഡ് പിന്നെ ജെഫ്രി. അപ്പോൾ ഇവർക്ക് 2 പേർക്കും 2 ടൈപ്പ് ഓഫ് അപ്രോച്ചാണ്. ഒരാൾ സെൽഫ് ഹെൽപ്പ് അതുപോലത്തെ ബുക്സൊക്കെ ആണെങ്കിൽ വേറൊരാൾ കംപ്ലീറ്റ്ലി ഫിക്ഷനാണ്. അപ്പോൾ 2 പേരുടെയും ഇൻഫ്ലുവൻസ് കാരണം ഞാൻ ഇതുപോലുള്ള ബുക്സൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ
പുതിയ ബുക്കുകളൊക്കെ പരിചയപ്പെട്ടു. പിന്നെ ഇതുപോലെ ഫിക്ഷൻസ് ഒത്തിരി വായിച്ചു. അതായത് ഒരുവിധം ഫേമസ് ആയിട്ടുള്ള എം ടിയുടെയൊക്കെ ബുക്കുകളൊക്കെ ഒത്തിരി, മലയാറ്റൂർ രാമകൃഷ്ണൻ, SK പൊറ്റക്കാട്, അതിൻ്റെയൊക്കെ കുറേ ബുക്സ് വാങ്ങിച്ചു അവരുടെയൊക്കെ. പക്ഷെ വായിച്ചില്ല. കുറച്ചൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇതൊരു ടൈം വേസ്റ്റിംഗ് പരിപാടിയായിട്ട്, അതായത് ഫിക്ഷൻസ് എനിക്ക് ഒട്ടും അങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്തിനാണ് ഇത്രയും സമയം ഞാൻ കളയുന്നതെന്നായിപ്പോയി. സോ ആ ബുക്സൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇനി എപ്പോഴെങ്കിലും നമുക്ക് ടൈം കിട്ടുമ്പം വായിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ യെസ്, ഇങ്ങനെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് ഈ സെൽഫ് ഹെൽപ്പ്, ബിഹേവിയറൽ, സൈക്കോളജിക്കൽ അപ്രോച്ചൊക്കെ എടുക്കുന്ന ഈ പ്രോബ്ലം സോൾവിങ് ആണ് കൂടുതലും ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ഏറ്റവും കൂടുതൽ പർച്ചേസസ് ഞാൻ ചെയ്തിരിക്കുന്നത് Amazon.in ആണ്. ആമസോണിലാണ് നമുക്ക് അറിയാവുന്ന മലയാളം ആൻഡ് ഇംഗ്ലീഷ് ബുക്സ് അവിടെ നിന്ന് അവൈലബിൾ ആണ്. പിന്നെ ഈവൻ ഇംഗ്ലീഷ് ബുക്സിൻ്റെ മലയാളം ട്രാൻസ്ലേഷനും അവിടുന്ന് നമുക്ക് കിട്ടും. പിന്നെ ഉള്ളത് Induleekha.com, സോഫിയ ബൈ എന്നാണ് കൂടുതൽ സ്പിരിച്വൽ ബുക്സ് വാങ്ങിച്ചിരിക്കുന്നത്. അതായത് ഷാലോം അവരുടെ സൈറ്റാണ് സോഫിയ ബൈ. Induleekha.com, പിന്നെ DC ബുക്സ്, ഇവിടെ നിന്നാണ് മലയാളം ബുക്സ് കൂടുതലും, പിള്ളേർക്കുള്ള ബുക്കുകൾ, മലയാളം ബുക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ മോൾ ഓഫ് ട്രാവൻകൂറിൽ ഞാൻ ഓഫ്ലൈൻ പർച്ചേസസ് നടത്തുന്നത് എപ്പോഴും ഇതുപോലെ ബുക്ക് ഫെയർ വരുമ്പം ഒരു കെട്ട് വാങ്ങിക്കും. അതെൻ്റെ ഒരു ജോലിയാണ്. അതായത് ബുക്ക് ഫെയർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോവുക, അവിടെ നിന്ന് കുറച്ച് ബുക്ക് വാങ്ങിച്ചാൽ ഒരു സമാധാനകേടാണ്. അപ്പം അത് ഒന്നും മിസ് ചെയ്യാറില്ല. ചിലപ്പോൾ ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടും. വലിയ ഡിസ്കൗണ്ട് പറയാനില്ല, എങ്കിലും അത്യാവശ്യം ഡിസ്കൗണ്ടൊക്കെ നമുക്ക് ആ ടൈമിൽ കിട്ടും. പിന്നെ എപ്പോഴും മോൾ ഓഫ് ട്രാവൻകൂറിൽ പോകുമ്പം അവിടെ നമ്മളുടെ പിള്ളേരുടെ പ്ലയാസയുമായിട്ട് സൈഡിലായിട്ട് 2 ബുക്ക് സ്റ്റോളുണ്ട്. അത് മാതൃഭൂമി ബുക്ക് സ്റ്റോളും പിന്നെ DC ബുക്സിൻ്റെ ബുക്ക് സ്റ്റോറുമാണ്. ഇവിടുന്ന് രണ്ടൊന്നും ഒരു 2 ബുക്ക് വീതം രണ്ടിടത്തുനിന്നും വാങ്ങിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. സോ മിക്കവാറും മോൾ ഓഫ് ട്രാവൻകൂറിൽ പോകുമ്പോൾ ബുക്ക് വാങ്ങിക്കും. ഈ വാങ്ങിക്കുന്നതൊന്നും നമ്മൾ ചിലപ്പോൾ വായിച്ചെന്ന് തരത്തില്ല, പക്ഷെ അത് ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും ഇത് വായിക്കുന്നത്. ഒത്തിരി ബിസി ആണെങ്കിൽ ഞാൻ ബുക്സ് അങ്ങനെ വായിക്കാറില്ല. അതായത് ഒത്തിരി ബിസി ഷെഡ്യൂളാണ്, ഇപ്പം എനിക്ക് കൂടുതലും എനിക്ക് ചെയ്യേണ്ട വർക്കൊക്കെ പെൻഡിങ് ആണെങ്കിൽ നമ്മൾ ബുക്ക് വായനയിലേക്ക് അങ്ങനെ പോവാറില്ലായിരുന്നു. ഇത് പാസ്റ്റ് ടെൻസ് ആണേ, ഇല്ലായിരുന്നു. പക്ഷെ സമയം കിട്ടുന്ന സമയത്തൊക്കെ ബുക്ക് വായിക്കും. അതിൽ പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കും. പിന്നെ ചില സമയത്തൊരു മൂഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം അടുപ്പിച്ചിരുന്നങ്ങ് വായിക്കും. അപ്പോൾ അത് ആ ഒരു ബുക്കിലൊരു ഇൻട്രസ്റ്റ് തോന്നണം, അതിൻ്റെ ആ ഒരു വിഷയത്തിൽ ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ അടുപ്പിച്ചിരുന്ന് വായിക്കും. അപ്പോൾ അങ്ങനെ വായിച്ചേക്കുന്നതിലെല്ലാം അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കും. പിന്നെ ഇത്രയും ബിസി ഷെഡ്യൂളിനകത്ത് ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മളങ്ങ് ഡൗൺ ആയി പോകും, എന്തെങ്കിലും കാരണം കൊണ്ട് ഡൗൺ ആയി പോകും. അപ്പം അങ്ങനെ ഡൗൺ ആയി പോകുന്ന സമയത്ത് ഈ റിലവൻ്റ് ആയിട്ടുള്ളൊരു ബുക്ക് തപ്പിയെടുത്ത് അതിലെ ഹൈലൈറ്റഡ് പോർഷൻസ് എല്ലാം ഒന്നുകൂടെ വായിച്ച് അതിനെ ബേസ് ചെയ്തിട്ട് ജേർണൽ ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കൊണ്ടുവരും. അപ്പം ഞാനിപ്പോൾ ഒത്തിരി ഡിപ്രസ്ഡ് ആയി പോവാണ് എങ്കിൽ ഈ ഒരു അപ്രോച്ച് എടുക്കുമ്പോഴത്തേക്കും മിക്കവാറും ഫാസ്റ്റർ റിക്കവറിയാണ് എനിക്കുള്ളത്. അപ്പം അതൊരു ഹീലിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഈ ബുക്ക് വായിക്കുന്ന സമയത്ത് ചിലപ്പം അതെനിക്ക് റിയലൈസ് ചെയ്തൊന്നും വരത്തില്ല. പക്ഷേ ഈ ഒത്തിരി ബുക്ക് വായിക്കുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടാവാം ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം വരുമ്പം ഞാൻ ഓക്കെ ആ ബുക്കിൽ എനിക്ക് എന്തോ ഉണ്ട് എന്ന് വെച്ചിട്ട് ആ ഒരു ബുക്ക് എടുക്കുക, വായിക്കുക, അതിലെ ഹൈലൈറ്റഡ് പോയിന്റ്സ് നോക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയൊരു ജേർണൽ സെഷൻ ചെയ്യുക, എന്നെ തന്നെ ഒന്ന് റിയലൈസ് ചെയ്യുക ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഹീലിംഗ് ആണ് നമുക്ക് ഇങ്ങനെയുള്ള ബുക്കുകളിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നത് ടഫ് ടൈംസ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ടഫ് ടൈംസ്, എൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ, ഞാനിവിടെ താഴെ കൊടുത്തേക്കാം. റോബർട്ട് സ്ട്രള്ളർ ആണെന്ന് തോന്നുന്നു ഓതർ. അതുപോലെ ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട്
ലിവിങ് എന്ന് പറയുന്ന ഡെയിൽ കാർണിയുടെ ഒരു ബുക്കുണ്ട്. ഈ 2 ബുക്കുകളും കുറച്ചും കൂടെ എനിക്ക് ആ ജോലിയൊക്കെ പോയ സമയത്ത് ഒത്തിരി എന്നെ അങ്ങോട്ട് എനർജി ബൂസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിപ്രഷൻ ഓവർകം ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്ത ബുക്കുകളാണ്. അപ്പോൾ അതാണ്, അങ്ങനെയാണ് ഞാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ 200ഓളം ബുക്കുകളുണ്ട്. അതിൽ ഒത്തിരി ബുക്കുകൾ ഞാൻ വായിക്കാതെ വെച്ചിട്ടേക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയല്ലല്ലോ, നമ്മൾ വാങ്ങിച്ചിട്ട് വായിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടിപ്പം 2 ബുക്ക് അറ്റ് എ ടൈം, എനിക്ക് സമയം കിട്ടുന്ന പോലെ 2 ബുക്ക് അറ്റ് എ ടൈം, രാവിലെ ഹാഫ് ആൻ അവർ, വൈകിട്ട് ഹാഫ് ആൻ അവർ, അങ്ങനെ സെറ്റ് ചെയ്തിട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 2 ബുക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അറ്റോമിക് ഹാബിറ്റ്സ് ആണ്, ജെയിംസ് ക്ലെയറിൻ്റെ. പിന്നെ ഉള്ളത് ഹൗ വുമൻ റൈസ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അതായത് ഓക്കെ, അതിനെപ്പറ്റി ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഇത് പറയാം. ഇത് നല്ല അടിപൊളി 2 ബുക്കുകളാണ്, ബെസ്റ്റ് സെല്ലേഴ്സ് ആണ്. അപ്പോൾ ഈ 2 ബുക്കാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, രാവിലെയും വൈകിട്ടുമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് എൻ്റെ ഒരു വായനയുടെ റൂട്ടീൻ എന്ന് പറയുന്നത്. വായന തുടങ്ങണമെന്നുള്ളവർക്ക് നമ്മളൊരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് എടുക്കുന്നതിനെക്കാട്ടിലും വളരെ സിമ്പിളായിട്ടുള്ള, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ബുക്ക് എടുത്ത് തുടങ്ങാം. ബെസ്റ്റ് സെല്ലിംഗ് ബുക്കൊക്കെ എടുക്കുമ്പം ചിലപ്പോൾ നിങ്ങൾക്കത് ദഹിക്കണമെന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് സ്റ്റോറീസ് ആണെങ്കിൽ സ്റ്റോറീസ് എടുക്കുക. അതും നിങ്ങൾ പോയി ഫിസിക്കലി പർച്ചേസ് ചെയ്യുക. നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഫിസിക്കലി പർച്ചേസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചില ബുക്കുകളുടെ ഫോണ്ട് അത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ചില ബുക്കുകളുടെ ഭാഷ നമുക്ക് ദഹിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുക്ക് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതവിടെ ഇങ്ങനെ ഇരിക്കും തോറും നമുക്ക് എന്നെ കൊണ്ട് പറ്റിയ പണിയല്ല വായന എന്നൊരു ചിന്ത നമുക്ക് വരും. ഈ എല്ലാ ബുക്കും നമുക്ക് എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യും, എക്സ്പ്ലോയിറ്റ് ചെയ്യും. ചിലത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ ഇട്ടിട്ട് പോകും. അപ്പം അങ്ങനെയുള്ള ഒത്തിരി ബുക്കുകളുണ്ട്. ചിലതിൻ്റെ ഭാഷ അങ്ങോട്ട് വഴങ്ങത്തില്ല, അല്ല ബോറടിക്കും, ഉറക്കം വരും, അങ്ങനെയൊക്കെയുള്ള നമ്മൾ വായിക്കത്തില്ല. അപ്പം നിങ്ങൾ റീഡിങ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം റീഡിങ്ങിലൊരു ഇൻട്രസ്റ്റ് ആണ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കാണ്, ഇന്നയാൾ സജസ്റ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നു ഈ ബുക്ക് നല്ലതാണെന്ന് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ബുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം സോ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന ഫിസിക്കലി നിങ്ങൾ പോയിട്ട് എടുക്കുക. നിങ്ങൾ എടുത്താൽ വായിക്കുന്ന ഉറപ്പുള്ള ഒരു ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അത് ഒത്തിരി തടിയനായിട്ടുള്ള ബുക്കാവരുത്. അതായത് ഇതുപോലെ ഒത്തിരി തടിയനായിട്ടുള്ള ബുക്കൊന്നും എടുത്തേക്കരുത്. നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത്രയും വലിയ ബുക്ക് എങ്ങനെ ഞാൻ വായിക്കുമെന്ന് തോന്നും. സോ ഇത്രയും കനമൊക്കെയുള്ള ചെറിയ ബുക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ബുക്ക് സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതിനൊരു റുട്ടീൻ സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും ബുക്ക് വായിക്കും എന്ന് പറയാതെ, ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഈ ബുക്ക് വായിക്കും, അല്ലെങ്കിൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ബുക്ക് വായിക്കും, എത്ര നേരത്തേക്ക്, അരമണിക്കൂർ ബുക്ക് വായിക്കും എന്നൊന്ന് സെറ്റ് ചെയ്യാം. തുടക്കത്തിൽ നിങ്ങൾ അരമണിക്കൂറൊന്നും വായിക്കാൻ ഇരിക്കരുത്, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്. അതുമല്ലെങ്കിൽ പേജ് വൈസ് പോവാം, ഒരു പേജ് അല്ലെങ്കിൽ ഒരു പുറം ഞാൻ വായിക്കും എന്ന് വയ്ക്കുക. അപ്പോൾ പതുക്കനെ ആ ഒരു റുട്ടീൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനകത്ത് ഇത്ര പേജ് വായിച്ചെന്നോ അല്ലെങ്കിൽ ഇത്ര സമയം വായിച്ചെന്നോ വായിച്ചത് മനസ്സിലാക്കിയെന്നോ എന്നുള്ളതൊന്നും അല്ല. എല്ലാ ദിവസവും രാവിലെ എടുക്കുക, ബുക്ക് തുറക്കുക. ഞാൻ എപ്പോഴും ബുക്ക് കൈ കൊണ്ട് നടക്കുക. ആ ഒരു റൂട്ടീൻ കൊണ്ടുവരിക. രാവിലെ ഇന്ന സമയം ഞാൻ വായിക്കും. രാവിലെയാണ് ഏറ്റവും ബെസ്റ്റ് സമയം വായിക്കാനോ നിങ്ങൾ ഉറങ്ങത്തില്ലെങ്കിൽ. കാരണം രാവിലെ വളരെ കാം ആൻഡ് ക്വയറ്റാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പിള്ളേരിവിടെ അലമ്പം ഉണ്ടാക്കുവാണ്, TV വെച്ചേക്കുവാണെങ്കിൽ എനിക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതിരാവിലെ എണീറ്റിട്ടാണ് ഞാൻ വായിക്കണം. പിന്നെ വൈകിട്ട് എല്ലാവരും ഒന്ന് തളർന്നിരിക്കുന്നൊരു സമയമുണ്ടല്ലോ, അപ്പോൾ ആ ടൈമിലും വായിക്കും. അല്ലാതുള്ള സമയത്ത് വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഡോർ അടച്ച് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ടിരുന്നാലേ നമുക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു റൂട്ടീൻ കൊണ്ടുവരാം. അത് നിങ്ങളുടെ ഇഷ്ടം. സമയം കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക. അതായത് എല്ലാ ദിവസവും ഇത്ര സമയം, ഇന്ന സമയം, അല്ലെങ്കിൽ ഇന്നത് ചെയ്തതിന് ശേഷം ഇത് ചെയ്തിരിക്കും. അതിപ്പോൾ എല്ലാ ഹാബിറ്റ്സും ഫോം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. അല്ലാതെ ഞാൻ നാളെ വായിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് എന്താണെന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. സോ കറക്റ്റ് ടൈം വയ്ക്കുക.
ഇന്ന പേജെന്നോ അല്ലെങ്കിൽ 5 മിനിറ്റെന്നോ സെറ്റ് ചെയ്തിട്ട് അത് സ്റ്റിക്ക് ഓൺ ചെയ്യാം. അപ്പം അത് തന്നെ നിങ്ങൾ ഒരു റീഡിങ് മിഷനായിട്ട് തീർന്നിരിക്കും. അപ്പോൾ തുടക്കക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന 1-2 ബുക്സ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. അതായത് എനിക്ക് തുടക്കത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി വായിക്കാനും, ഭാഷയാണേലും അതിൻ്റെ ഫോണ്ടാണേലും ബുക്കിൻ്റെ വലിപ്പമാണേലും വലിയ കുഴപ്പമില്ലെന്ന് തോന്നിയ കുറച്ച് ബുക്സാണ്. പിന്നെ സ്റ്റോറി ബുക്സ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് ഈ 2 ബുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം കിട്ടിയ ഉടനെ ഞാൻ വായിച്ചു തീർന്നാണ്, അപ്പം തന്നെ വായിച്ചു തീർത്ത ബുക്സാണ്. ഒന്ന് ആടുജീവിതം. ഇത് വായിച്ച ചിലപ്പോൾ കരയും, വിഷമം വരും, പക്ഷേ സ്റ്റിൽ നല്ല ബുക്കാണ്. ആടുജീവിതം, ബെന്യാമിൻ്റെ ആടുജീവിതം. പിന്നെ ഉള്ളത് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവാം, പക്ഷെ സിനിമ നിങ്ങൾ കാണാൻ ചാൻസ് കുറവാണ്. കാരണം ഇതൊരു അവാർഡ് ഫിലിം ആയിരുന്നു, അപ്പം നിങ്ങൾ കാണുമെന്ന് അറിയത്തില്ല. പക്ഷെ ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി. അപ്പം ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു ഫീലും സിനിമ കാണുമ്പോൾ ഉള്ള ഫീലും ഡിഫറെൻ്റ് ആണ്. സിനിമ കാണുമ്പോൾ നമുക്കൊന്നും ഇല്ലയെന്ന് തോന്നിപ്പോവും. ഈ ബുക്ക് വായിക്കുമ്പം നമ്മളുടെ ഇമാജിനേഷൻ അങ്ങ് ഭയങ്കരമാണ്. ശരിക്കും എനിക്ക് ബുക്ക് വായിച്ചാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബുക്ക് വായിച്ചിട്ട് എനിക്ക് സിനിമ കണ്ടപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് തോന്നിയില്ല. അപ്പം ഇത് ഫിലിം ഇറങ്ങിയതാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ബുക്ക് വായിച്ചതിന് ശേഷം ഫിലിം കാണാൻ, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നിങ്ങളുടെ ഇമാജിനേഷൻ കൂടാനായിട്ട് അതാണ് നല്ലത്. അഗ്നിസാക്ഷി. പിന്നെ ഉള്ളത് ഡെയിൽ കാർണിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ 1. പിന്നെ പുള്ളിക്കാരൻ്റെ തന്നെ ഹൗ ടു സ്റ്റോപ്പ് വറിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. ഈ ബുക്കാണ് എനിക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ഞാൻ വായിച്ചു തീർത്തത്. ഈ ബുക്കാണ് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒത്തിരി കഥകൾ തന്നെയാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അതും 2 നല്ല ചോയ്സസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബുക്സിനെ പറ്റി എനിക്ക് പറയാനായിട്ട്, എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയാനായിട്ട്. നിങ്ങൾക്ക് ബുക്ക് വായന കൊണ്ട് എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബുക്സ് ഏതൊക്കെയാണ് എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ബുക്കുകളാണെങ്കിൽ എനിക്കും വാങ്ങിച്ച് വായിക്കാമല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. പറ്റുമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.